ഈച്ചയും ആരുടെയെങ്കിലും ശരീരത്തിൽ കയറുകയാണെങ്കിൽ കുറച്ചു നേരം കഴിയുമ്പോഴത്തേക്കും അയാളുടെ ഓർമ്മകളും അയാളുടെ കഴിവുകളും ഈച്ചയിലേക്ക് ലഭിക്കുന്നതായിരിക്കും. നരകത്തിനുള്ളിലുള്ള കാഴ്ചകളെല്ലാം മരണവും അവന് കാണിച്ചു കൊടുക്കുകയാണ്. അതൊക്കെ കാണുന്ന അവനാകട്ടെ ഒരുപാട് പേടിച്ചു പോകുന്നു. ഇങ്ങനെ ഒരു അവസ്ഥയൊക്കെ തനിക്ക് വരുവാനായിട്ട് താൻ എന്ത് തെറ്റാണ് ചെയ്തത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അവനും കരയുകയാണ്. കുറ്റബോധം വരുന്നതിന് മുമ്പായിട്ട് തന്നെ ഞാൻ നിന്നെ തേടി എത്തിയിരിക്കുകയാണെന്നൊക്കെ മരണവും പറഞ്ഞ് അവന്റെ അടുത്തേക്ക് നടക്കുന്നു. ജീവിച്ചിരുന്ന ഓരോ നിമിഷവും നരകമായിട്ടായിരുന്നു അവന് തോന്നിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ അവൻ മരിച്ചു കഴിഞ്ഞപ്പോഴാകട്ടെ നരകവും അവനെ തേടി എത്തിയിരിക്കുകയാണ്. ഇതൊന്നും സഹിക്കുവാൻ സാധിക്കാതെ അവൻ കരയുമ്പോഴത്തേക്കും നിനക്കിനിയും അവസരമുണ്ട്. നീ ഏതെങ്കിലും ഒരാളുടെ ശരീരത്തിൽ മരണത്തെ അതിജീവിച്ച് നിൽക്കുകയാണെങ്കിൽ നിനക്ക് ഒരിക്കലും നരകത്തിലേക്ക് വരേണ്ടതായിട്ട് വരികയില്ല എന്നൊക്കെ മരണവും അവനോട് പറയുന്നു. ഒരു പക്ഷെ അവസാനമാകുമ്പോഴത്തേക്കും നിനക്കിതിനെ എല്ലാം തന്നെ അതിജീവിക്കുവാൻ സാധിച്ചെന്ന് വരും. പക്ഷേ ഇപ്പോൾ ഞാൻ നിനക്ക് നൽകുന്നതാണ് യഥാർത്ഥത്തിലുള്ള ശിക്ഷ. മരണം എത്രത്തോളം ഭയാനകമാണെന്ന് നീയും അറിയണമെന്ന് പറഞ്ഞ് മരണം വീണ്ടും അവനെ കൊല്ലുകയാണ്. ഇത്തവണ അവനും ആകാശത്തു നിന്നും താഴേക്കൊക്കെ വീഴുമ്പോഴത്തേക്കും ശരിക്കുമുള്ള മറ്റൊരു ബോഡിയിലൊക്കെ ചെന്നിട്ടുണ്ടായിരുന്നു. ആകാശത്തോടെ താഴേക്ക് വീഴുന്ന അവനാകട്ടെ തനിക്ക് എന്തുകൊണ്ടാണ് ഒരു പാരച്യൂട്ട് പോലും ഇല്ലാത്തതെന്നൊക്കെ സംശയിക്കുന്നു. അവന്റെ ഒപ്പം തന്നെ താഴേക്ക് ചാടിയിട്ടുണ്ടായിരുന്ന മറ്റു 3 പേര് കൂടി ഉണ്ടായിരുന്നു. പക്ഷെ അവരുടെ എല്ലാവരുടെയും കയ്യിൽ പാരച്യൂട്ടും ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ അവനും അതിൽ ഒരാളെ മുറുക്കെ പിടിച്ച് നിൽക്കുമ്പോഴത്തേക്കും അയാളുടെ റിയൽ ആയിട്ടുള്ള മെമ്മറീസും അവന്റെ ശരീരത്തിലേക്കൊക്കെ വരുന്നു. 38 വയസ്സ് പ്രായമുള്ള ജെയ്സോപ്പ് എന്ന വ്യക്തി ആയിരുന്നു അത്. സാഹസിക പ്രകടനമൊക്കെ നടത്തുവാനായിട്ട് അവന് ഒരുപാട് ഇഷ്ടമായിരുന്നു. അവനും അങ്ങനെ ഓരോന്നോരോന്ന് ചെയ്ത് 4 ഗിന്നസ് റെക്കോർഡൊക്കെ മേടിച്ചിട്ടുമുണ്ട്. 8000 മീറ്റർ ഉയരത്തിൽ നിന്നും പാരച്യൂട്ടില്ലാതെ സേഫായിട്ട് താഴേക്ക് ലാൻഡ് ചെയ്യുന്ന ആദ്യത്തെ വ്യക്തി ആകുവാനായിട്ടുള്ള ഒരു റെക്കോർഡൊക്കെ മേടിക്കുവാനായിട്ടാണ് അയാളും ഇതൊക്കെ ചെയ്യുന്നത്. ഗ്രൗണ്ടിലൊക്കെ ആയിട്ട് കുറച്ച് നെറ്റൊക്കെ വിരിച്ചിട്ടുണ്ട്. അവനും കൃത്യമായി അതിൽ വന്ന് വീഴുമെന്ന വിശ്വാസമൊക്കെ അവനും ഉണ്ടായിരുന്നു. ഇതുവരെ ആരും ഇങ്ങനൊരു കാര്യമൊന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ അവനെ സ്പോൺസർ ചെയ്യുവാനായിട്ട് ഒരു വ്യക്തിയുണ്ട്. ഒരുപാട് ചാനൽസിലൊക്കെ ഇത് ലൈവായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവൻ ഈ ഒരു ടാസ്ക് ഒക്കെ കംപ്ലീറ്റ് ആക്കുകയാണെങ്കിൽ അവന് 3 ബില്യനൊക്കെ കൊടുക്കാമെന്ന് ആ സ്പോൺസറും പറഞ്ഞിട്ടുണ്ട്. ആദ്യം ഈജ ഒന്ന് പേടിക്കുന്നുണ്ടെങ്കിലും ഈ മനുഷ്യന്റെ കഴിവൊക്കെ വെച്ചിട്ട് തനിക്ക് സേഫായിട്ട് ലാൻഡ് ചെയ്യുവാൻ സാധിക്കുമെന്ന വിശ്വാസമൊക്കെ ഈജയ്ക്കും ഉണ്ടായിരുന്നു. പിന്നെ 3 ബില്യനൊക്കെ കിട്ടുമല്ലോ, ആ ഒരു വിശ്വാസത്തിലാണ് ഈജയും നിൽക്കുന്നത്. ചില ചാനൽസൊക്കെ ഇത് ലൈവായിട്ട് ഷൂട്ട് ചെയ്യുന്നുമുണ്ടായിരുന്നു. ആ ഒരു ചാനൽസിനാകട്ടെ 25% കൂടുതൽ റേറ്റിംഗ് ഒക്കെ കിട്ടുകയാണെങ്കിൽ എല്ലാവർക്കും ഒരു വെക്കേഷൻ ട്രിപ്പൊക്കെ ഉണ്ടെന്നുള്ള കാര്യവും അതിന്റെ ഡയറക്ടർ പറയുകയാണ്. നമ്മുടെ ട്വിങ്ക്ലിംഗ് വാട്ടർമെലൺ എന്ന ഡ്രാമയിലെ ഹീറോയും ഈ ഒരു സ്റ്റാഫ്സിന്റെ കൂട്ടത്തിലുണ്ട്. എന്തായാലും നമ്മുടെ ഹീറോയും കുറെ അകലെയുള്ള നെറ്റൊക്കെ ലക്ഷ്യമാക്കിയിട്ട് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ആകട്ടെ അവൻ സക്സസ് ആകുമെന്ന വിശ്വാസത്തിലായിരുന്നു ഉണ്ടായിരുന്നതും. പക്ഷെ നിർഭാഗ്യമെന്ന് പറയട്ടെ, ആ ഒരു നെറ്റൊക്കെ വളരെയധികം ചെറുതായിരുന്നത് കൊണ്ട് തന്നെ അവൻ നെറ്റിന് മുകളിലായിരുന്നില്ല, മറിച്ച് ഗ്രൗണ്ടിലായിരുന്നു വീഴുന്ന അപ്പോൾ തന്നെ അവൻ മരണപ്പെടുകയും ചെയ്യുന്നു. ആ ഒരു ഷോയൊക്കെ ലൈവിൽ കണ്ടിട്ടുണ്ടായിരുന്ന എല്ലാവരും ആ ഷോക്കിൽ ഇരിക്കുമ്പോഴത്തേക്കും നമ്മുടെ ട്വിങ്ക്ലിംഗ് വാട്ടർമെലന്റെ ഹീറോ മാത്രമാകട്ടെ 30% റേറ്റിംഗ് ഒക്കെ കിട്ടിയെന്ന് പറഞ്ഞിട്ട് ഇനി വെക്കേഷന് പോകാമല്ലോ എന്നൊക്കെ വിളിച്ചു പോവുകയാണ്. അതായത് എല്ലാവരും തന്നെ സ്ക്രീനിൽ നോക്കിയായിരുന്നു ഇരുന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ അവൻ മാത്രമാണ് റേറ്റിംഗ് നോക്കിയിരുന്നതും. അതുകൊണ്ട് തന്നെ റേറ്റിംഗ് കൂടുന്നുണ്ടോ ഇല്ലയോ എന്ന് മാത്രമായിരുന്നു അവൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നതും. അടുത്തതായിട്ട് എപ്പിസോഡ് 2 തുടങ്ങുമ്പോഴത്തേക്കും ഒരു ആക്സിഡന്റ് ഒക്കെ സംഭവിച്ച സ്ഥലമാണ് കാണിക്കുന്നത്. അവിടെ ആകട്ടെ 2 ഡെഡ് ബോഡീസും ഉണ്ടായിരുന്നു. അതിലെ പെൺകുട്ടിയുടെ ബോഡിയൊക്കെ നോക്കി കഴിയുമ്പോഴത്തേക്കും ആ ഒരു പോലീസ് പോലും ഛർദ്ദിക്കുകയാണ്. നമ്മുടെ ഹീറോയുടെ ഫോട്ടോ ഒക്കെ ആ പെൺകുട്ടിയുടെ ബാഗിന്റെ അടുത്ത് കിടക്കുന്നതും കാണിക്കുന്നു. രണ്ടാമത്തെ മരണത്തിന് ശേഷവും നമ്മുടെ ഹീറോ ആകെ പേടിച്ചൊക്കെ എണീറ്റ് വരികയാണ്. ശരിക്കും പറയുകയാണെങ്കിൽ ആ ഒരു നെറ്റിന്റെ അടുത്തൂടെയൊക്കെ പോയിട്ടുണ്ടായിരുന്നെങ്കിലും ചെറിയൊരു വ്യത്യാസത്തിൽ മാത്രമായിരുന്നു രണ്ടാമത്തെ വ്യക്തി കൊല്ലപ്പെട്ടിട്ടുണ്ടായിരുന്നത്. പാരച്യൂട്ട് ഇല്ലാതെ താഴേക്ക് ചാടിയ അവൻ എന്തൊരു മണ്ടനാണെന്നൊക്കെ പറഞ്ഞ് ഹീറോ ഇരിക്കുമ്പോഴത്തേക്കും അപ്പോൾ ബിൽഡിങ്ങിന് മുകളിൽ നിന്നും താഴേക്ക് ചാടിയിട്ടുണ്ടായിരുന്ന നീയോ എന്നൊരു ചോദ്യമൊക്കെ മരണവും അവനോട് ചോദിക്കുകയാണ്. ഈ ഒരു മരണങ്ങളൊന്നും തന്നെ എനിക്ക് ഒഴിവാക്കുവാൻ സാധിക്കുന്നതായിരുന്നില്ലല്ലോ, അതുകൊണ്ട് തന്നെ ഞാൻ എങ്ങനെയാണ് ഇതിൽ നിന്നും രക്ഷപ്പെടുക എന്നൊക്കെ അവനും ചോദിക്കുന്നുണ്ട്. പക്ഷെ മരണമാകട്ടെ ഇതിൽ നിന്നും എല്ലാം തന്നെ ഒഴിവാക്കുവാനുള്ള ഒരു അവസരവും അതിൽ തന്നെ ഉണ്ടായിരുന്നുവെന്നാണ് അവനോട് പറയുന്നത്. അവൻ ചെയ്ത തെറ്റ് എന്താണെന്ന് തന്നെ അവൻ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. എന്തായാലും ഈ ഒരു മരണം എല്ലാം തന്നെ അവന് നൽകുന്ന ശിക്ഷകളാണ്. നീ എന്തിനായിരുന്നു ശരിക്കും മരിച്ചിട്ടുണ്ടായിരുന്നതെന്നൊക്കെ അവളും ചോദിക്കുകയാണ്. അവൻ കണ്ണു തുറക്കുമ്പോഴും കണ്ണടയ്ക്കുമ്പോഴും എല്ലാം തന്നെ ഇരുട്ട് മാത്രമായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. വളരെയധികം പാവപ്പെട്ട ഒരു കുടുംബത്തിലായിരുന്നു അവൻ ജനിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു ജോലി മേടിച്ചെടുക്കുവാൻ അവന് സാധിച്ചില്ല. കയ്യിലുണ്ടായിരുന്ന എല്ലാ പണവും അവന് നഷ്ടമായി. സ്നേഹിച്ച പെൺകുട്ടീനെ പോലും അവൻ ഉപേക്ഷിക്കേണ്ടതായിട്ട് വന്നു. മുമ്പിൽ ഒരു പ്രതീക്ഷയും ഇല്ലാതിരുന്ന സമയത്തായിരുന്നു താൻ ജീവനെടുത്തിട്ടുണ്ടായിരുന്നതെന്നൊക്കെ അവൻ പറയുമ്പോൾ അവൻ എപ്പോഴും അവനെക്കുറിച്ച് മാത്രമേ ചിന്തിച്ചിട്ടുള്ളൂ എന്ന സത്യമൊക്കെ മരണവും മനസ്സിലാക്കുകയാണ്. പക്ഷെ അവനെക്കുറിച്ചല്ലാതെ മറ്റാരെക്കുറിച്ചും ചിന്തിക്കേണ്ട ആവശ്യമൊന്നും അവനില്ല എന്ന് പറയുമ്പോഴത്തേക്കും എന്നാൽ എന്നോട് ഒരു ചോദ്യങ്ങളും നീ ചോദിക്കുവാനായിട്ട് പാടില്ല, എല്ലാ ഉത്തരവും നീ സ്വയം കണ്ടെത്തണമെന്നൊക്കെ പറഞ്ഞിട്ട് മരണവും അവനെ ഷൂട്ട് ചെയ്ത് കൊല്ലുന്നു. ഇപ്പോൾ അവൻ എത്തിയിട്ടുള്ളതും ഒരു സ്കൂൾ കുട്ടിയുടെ ശരീരത്തിലാണ്. ഈ കുട്ടി മരണത്തിന്റെ അടുത്ത് നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞത് എന്തുകൊണ്ടായിരിക്കാമെന്നൊക്കെ അവനും സംശയിക്കുന്നു.
ഇതിനു മുമ്പ് പാരച്ചൂട്ട് ഇല്ലാതെ വീണ് മരിച്ചിട്ടുണ്ടായിരുന്ന വ്യക്തിയുടെ വീഡിയോ ഒക്കെ ക്ലാസ്സിലുണ്ടായിരുന്ന ജിൻസങ് എന്നൊരു കുട്ടി കണ്ട് ചിരിക്കുകയാണ്. ഒരാൾ മരിക്കുന്നത് കണ്ടാണല്ലോ ഇവൻ ചിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അവന്റെ തലക്കിട്ടൊരു കൊട്ടൊക്കെ കൊടുക്കുവാനായിട്ട് ഹീറോ എത്തുമ്പോഴത്തേക്കും ആ കുട്ടിയുടെ റിയൽ ആയിട്ടുള്ള എബിലിറ്റീസും ഓർമ്മകളും അവന്റെ ശരീരത്തിലേക്ക് എത്തുകയാണ്. ഈ ഒരു കുട്ടിയുടെ പേര് ഹ്യുക്സു എന്നാണ്. അവൻ 5 വയസ്സ് പ്രായമുള്ളപ്പോഴാണ് അവന്റെ അച്ഛൻ മരണപ്പെടുന്നത്. അതിനുശേഷം അമ്മ ഒറ്റയ്ക്കായിരുന്നു കുടുംബമൊക്കെ നടത്തിക്കൊണ്ടിരുന്നത്. അവനെ നന്നായി പഠിപ്പിക്കുവാനായിട്ട് അമ്മ രാവിലെ രാത്രിയും എല്ലാം തന്നെ ജോലിക്കും പോകും. അവന് പഠിക്കുവാനായിട്ട് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും സ്കൂളിൽ പോകുവാനായിട്ട് പോലും അവന് താല്പര്യം ഉണ്ടായിരുന്നില്ല. സ്കൂളിൽ കുറച്ച് ബുള്ളീസ് ആയിട്ടുള്ള കുട്ടികളൊക്കെ ഉണ്ട്. അവന് ബുള്ളീസിന് പണമൊന്നും കൊടുക്കാത്തത് കൊണ്ട് തന്നെ സ്ട്രോബെറി മിൽക്കൊക്കെ അവന്റെ തലവഴി ഒഴിക്കുകയും അവനെ ഉപദ്രവിക്കുകയൊക്കെ ചെയ്യുകയാണ് ബുള്ളീസ്. പല കുട്ടികളും ചേർന്നിട്ട് അവന്റെ ഫോട്ടോസും വീഡിയോസും എല്ലാം തന്നെ എടുക്കുന്നുണ്ട്. അമ്മയുടെ സന്തോഷത്തിന് വേണ്ടി മാത്രമായിരുന്നു അവൻ സ്കൂളിലൊക്കെ പോകുന്നത്. പക്ഷെ അവിടെയുള്ള ബുള്ളീസിനെയൊക്കെ കാണുമ്പോഴത്തേക്കും അവനും നരകം പോലെ ആയിരുന്നു അത് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നതും. അങ്ങനെ മെയിൻ ബുള്ളി ആയിട്ടുള്ള ജിൻസങ്ങിനെ ചെന്ന് കാണുന്ന അവനും ഇനി എപ്പോഴെങ്കിലും നീ എന്നെ ഉപദ്രവിക്കാനായിട്ടൊക്കെ നോക്കുകയാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ഈ ഒരു സ്കൂൾ കെട്ടിടത്തിന്റെ മുകളിൽ നിന്നും താഴേക്ക് ചാടി മരിക്കുന്നതായിരിക്കുമെന്നൊക്കെ ധൈര്യപൂർവ്വം ചെന്ന് പറയുന്നുണ്ട്. പക്ഷെ ജിൻസാങ്ങും അവന്റെ ജീവൻ ഒരു വിലയും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ വീണ്ടും ആ ഒരു കുട്ടീനെ ഉപദ്രവിക്കുന്നു. ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കുന്ന ആ കുട്ടിയും ആത്മഹത്യ ചെയ്യുവാനായിട്ടുള്ള ആത്മഹത്യക്കുറിപ്പൊക്കെ എഴുതി വെച്ചതിന് ശേഷം മരിക്കുവാനായിട്ട് മുകളിലേക്കൊക്കെ പോകുവാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കും ആയിരുന്നു ഇവനും ആ ഒരു ശരീരത്തിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നത്. എല്ലാ സത്യങ്ങളും മനസ്സിലാക്കിയ ഹീറോയും തിരിച്ച് സീറ്റിലൊക്കെ പോയിരിക്കുന്നു. ഈ കുട്ടി ആകട്ടെ ആത്മഹത്യക്ക് ചെയ്യുവാനായിട്ട് നിന്നതാണ്. ഞാൻ ആത്മഹത്യ ചെയ്യാത്തിടത്തോളം കാലം ഈ കുട്ടിക്ക് ജീവിക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ തനിക്ക് ഒരിക്കലും നരകത്തിലേക്ക് പോകേണ്ടി വരികയില്ല എന്ന സന്തോഷത്തിലേക്ക് അവനും ഇരിക്കുന്നു. ഞാനൊന്ന് സ്മോക്ക് ചെയ്തിട്ട് വരാം, അതിനിപ്പുറം എന്റെ മേശയിൽ സ്ട്രോബെറി മിൽക്ക് ഇല്ല എങ്കിൽ നിന്നെ ഞാൻ കൊന്നുകളയുമെന്നൊക്കെ പറഞ്ഞിട്ട് ജിൻസങ്ങും അവിടെ നിന്ന് പോകുവാനായിട്ടൊക്കെ നോക്കുകയാണ്. പക്ഷെ ഇപ്പോൾ നേരത്തെ മിണ്ടാതിരുന്ന് കരയുന്ന ആ ഒരു കുട്ടി അല്ലല്ലോ, മറിച്ച് നമ്മുടെ ഹീറോ ആണല്ലോ ആ ഒരു ബോഡിയിലൊക്കെ ഉള്ളത്. അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു കസേരയൊക്കെ വെച്ചിട്ട് ആ ബുള്ളിക്കിട്ട് അവനും തല്ലുന്നു. 2 ബുള്ളീസിനൊക്കെ അവൻ തല്ലുന്നുണ്ട്. പക്ഷെ ഏറ്റവും ഒടുവിലായിട്ട് ഇവരുടെ കൂടെയുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബുള്ളിയുടെ അടുത്ത് അവൻ തന്നെ പോയി പെടുന്നു. ആ കുട്ടി ഒരുപാട് സ്ട്രോങ് ആയതുകൊണ്ട് തന്നെ അവന് ആ കുട്ടീനെ തല്ലി തോൽപ്പിക്കുവാനായിട്ട് സാധിക്കുമായിരുന്നില്ല. എന്തായാലും ഇത്തവണ ക്ലാസ്സിലെ ഒരുപാട് കുട്ടികളുടെ മുമ്പിൽ വെച്ച് അവന് നല്ലപോലെ തന്നെ തല്ല് കിട്ടുന്നു. ടീച്ചർ വരുന്നത് കൊണ്ട് തന്നെ ജിൻസങ് തൽക്കാലത്തേക്ക് അവനെ വെറുതെ വിടുന്നു. ജിൻസങ്ങിന്റെ അടുത്ത് പിടിച്ചു നിൽക്കുവാനായിട്ട് അവന് സാധിക്കുമായിരുന്നെങ്കിലും മറ്റേ സ്ട്രോങ് ആയിട്ടുള്ള ആ ഒരു ബുള്ളിയുടെ അടുത്ത് തനിക്ക് പിടിച്ചു നിൽക്കുവാനായിട്ട് സാധിക്കുകയില്ല എന്ന സത്യമൊക്കെ അവനും മനസ്സിലാക്കുകയാണ്. തന്നെത്താൻ ഒരു സൊല്യൂഷനൊക്കെ കണ്ടെത്തുവാനായിട്ടായിരുന്നല്ലോ മരണോ അവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവനും അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ആലോചിക്കുന്നു. അങ്ങനെ ഹീറോയ്ക്കിട്ട് ഒരുപാട് ഇടിയൊക്കെ കിട്ടി കഴിയുമ്പോഴത്തേക്കും സ്ട്രോങ് ആയിട്ടുള്ള ബോയും ഇനി ഇവനെ തല്ലണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ജിൻസങ്ങിനെ തടയുന്നുണ്ട്. അപ്പോഴായിരുന്നു വളരെ സ്ട്രോങ് ആണെങ്കിൽ പോലും ആ ഒരു കുട്ടിയും ജിൻസങ്ങിന്റെ മുമ്പിലെ വെറുമൊരു പാവ മാത്രമാണെന്നുള്ള സത്യമൊക്കെ ഹീറോയും മനസ്സിലാക്കുന്നത്. അങ്ങനെ ഒരു പെൺകുട്ടി ജിൻസങ്ങിനെ വിളിച്ച് കഴിയുമ്പോഴത്തേക്കും ജിൻസങ്ങൻ തല്ലൊക്കെ നിർത്തിയിട്ട് ആ പെൺകുട്ടിയുടെ അടുത്തേക്ക് പോകുന്നു. അവൾക്ക് തന്റെ അടുത്ത് കുറച്ച് ദയൊക്കെ തോന്നി കാണുമെന്നൊക്കെ ഹീറോ വിചാരിക്കുന്നുണ്ടെങ്കിലും അവളും ജിൻസങ്ങിനെ പോലെ ഒരു വ്യക്തിയൊക്കെ ആയിരുന്നു. അങ്ങനെ അവൻ വീട്ടിലേക്ക് എത്തി കഴിയുമ്പോഴത്തേക്കും ഇത്തവണയും താൻ ഒരു പാവപ്പെട്ടവനായിട്ടാണ് ഉള്ളതെന്ന കാര്യമൊക്കെ അവൻ മനസ്സിലാക്കുന്നു. മാത്രമല്ല അമ്മയുടെ കുറച്ച് ഫോട്ടോസൊക്കെ കണ്ട് കഴിയുമ്പോഴത്തേക്കും അമ്മ മാത്രമാണ് തനിക്കുള്ളതെന്നും അവൻ അറിയിക്കുകയാണ്. ഫുഡൊക്കെ കഴിക്കണമെന്ന് പറഞ്ഞ അമ്മ ഒരു സ്റ്റിക്കി നോട്ടൊക്കെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അത് കാണുമ്പോഴത്തേക്കും അവനും സ്വന്തം അമ്മേനെ കുറിച്ച് ഓർക്കുന്നു. അവന്റെ അമ്മയും പല ജോലികളൊക്കെ ചെയ്തിട്ടായിരുന്നു അവനെ വളർത്തിയിട്ടുണ്ടായിരുന്നത്. അവനും സ്കൂളൊക്കെ വിട്ട് വരുമ്പോഴത്തേക്കും അമ്മേനെ സഹായിച്ചിട്ടുമുണ്ട്. വലിയൊരു പണക്കാരനാകണമെന്ന് അവൻ ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല. മറിച്ച് എല്ലാവരെ പോലെ ഒരു ജോലിയൊക്കെ കിട്ടി കല്യാണമൊക്കെ കഴിച്ചിട്ട് സുഖമായിട്ടൊരു കുടുംബമൊക്കെ നടത്തണമെന്ന് മാത്രമായിരുന്നു അവന്റെ ആഗ്രഹവും. പക്ഷെ എല്ലാവരെ കൊണ്ട് സിമ്പിളായിട്ട് ചെയ്യുവാനായിട്ട് സാധിക്കുന്ന ആ ഒരു കാര്യം പോലും തനിക്ക് ചെയ്യുവാനായിട്ട് സാധിക്കുന്നില്ല എന്ന വിഷമമായിരുന്നു അവനും ഉണ്ടായിരുന്നത്. ആ ഒരു സീനോടുകൂടി ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും വേഗം കാണാം. ബൈ.